ഓരോ വിഭവത്തിനും അതിൻ്റേതായ രുചി വൈവിധ്യങ്ങളുണ്ട്. നമ്മൾ പാചകം ചെയ്യുന്ന രീതി പെർഫെക്റ്റ് ആയെങ്കിൽ മാത്രമാണ് അവ നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റുകയുള്ളൂ. നമസ്കാരം, ഏവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഗോതമ്പ് നുറുക്ക് കൊണ്ടുള്ള ഉപ്പുമാവ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ ഉപ്പുമാവ് പലർക്കും ഇഷ്ടമാകാത്തതിൻ്റെ കാരണം അവ തയ്യാറാക്കുന്ന രീതി കറക്റ്റ് ആവാത്തതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ലൊരു ഉപ്പുമാവ് തയ്യാറാക്കിയെടുക്കുക എന്നുള്ള വീഡിയോ കണ്ടാലോ. അപ്പോൾ അതിനാദ്യം ഗോതമ്പ് നുറുക്ക് കഴുകിയിട്ടുള്ളതാണ്, വെള്ളം പോക്കാൻ ഒരു അരിപ്പയിൽ വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു കഷ്ണം സവാള, കുറച്ച് ഇഞ്ചി, പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത്രയും ഐറ്റംസാണ് വേണ്ടത്. ഇനി ഉപ്പുമാ തയ്യാറാക്കാൻ ആദ്യം ഒരു പാത്രം വെച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ചൂടായി വന്നതിന് ശേഷം കുറച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. ഇനി കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കാം. ഒരു സവാളയുടെ പകുതിയാണിത്. ഇനി സവാള നന്നായി വഴന്നതിന് ശേഷം മാത്രം പച്ചമുളകും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. ഇതും ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റുക. ഇനി അതിലേക്ക് നമ്മുടെ ഗോതമ്പ് നുറുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ജസ്റ്റ് ഒരു മിനിറ്റ് ഒന്ന് വറുത്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഉപ്പുമാവ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളത്തിൻ്റെ കണക്ക് ഗോതമ്പ് നുറുക്കിൻ്റെ സമത്തിനാണ് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത്, കൂടി പോകരുത്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാണ് വെള്ളത്തിൻ്റെ അളവ്, ഒപ്പത്തിനൊപ്പമാണ് ഉള്ളത്. ഇതൊന്ന് അടച്ച് വെച്ച് നമുക്ക് ഒരു 3 മിനിറ്റ് നേരം ഒന്ന് കുക്ക് ചെയ്യാൻ വെക്കാം. 3 മിനിറ്റിന് ശേഷം നമുക്ക് ജസ്റ്റ് ഒന്ന് തുറന്ന് വെക്കാം. അപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്, ഒരു 1/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഒന്നും കൂടി വേവിപ്പിക്കാൻ വെക്കണം. അപ്പോൾ ഇത് അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പകുതിക്ക് ഒന്ന് തുറന്ന് വെച്ച് നമ്മൾ ഇളക്കി കൊടുക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് അടച്ച് വെച്ച് വേവിപ്പിക്കാം. ഒരു 2 മിനിറ്റ് നേരത്തിന് ശേഷം തുറന്ന് നോക്കുക. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്, ഒട്ടും തന്നെ അടിയിൽ പിടിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മളെ ഉപ്പുമാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഗോതമ്പ് നുറുക്ക് തയ്യാറാക്കുകയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമാകും, കാരണം അത്രക്കും ടേസ്റ്റിയാണ് ഈ ഉപ്പുമാവ്. ഇത് നന്നായി വെന്തിട്ടുമുണ്ട്, ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുകയും ചെയ്തിട്ടില്ല. കഴിക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകും. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് സബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ.